ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. 7ാം ഘട്ട വോട്ടെടുപ്പ് കൂടി പൂർത്തിയായാൽ ജനവിധിയുടെ ട്രെൻഡ് പറഞ്ഞ് എക്സിറ്റ് പോളുകൾ പുറത്തുവരും. ആദ്യഘട്ടങ്ങളിലെ സൂചനകൾ അനുകൂലമാണെന്ന വാർത്തകൾക്കിടെ സുപ്രധാനമായൊരു നീക്കത്തിന്റെ ഒരുങ്ങുകയാണ് പ്രതിപക്ഷ സഖ്യം. അവസാനഘട്ട പോളിംഗ് നടക്കുന്ന ജൂൺ 1-ന് ഇന്ത്യ സഖ്യം ഡൽഹിയിൽ യോഗം വിളിച്ചിരിക്കുന്നുവെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രതിപക്ഷ നേതാക്കളെല്ലാം വിജയപ്രതീക്ഷ പങ്കുവെക്കുന്നതിനിടെയാണ് ഫലസാധ്യതകൾ വിലയിരുത്താനും സർക്കാർ രൂപീകരണ ചർച്ചകൾ നടത്താനുമായി യോഗം ചേരുന്നത്. ഇന്ത്യ സഖ്യത്തിലെ നേതാക്കൾക്കെല്ലാം ജൂൺ 1-ലെ യോഗത്തിലേക്ക് ക്ഷണം ലഭിച്ചിട്ടുണ്ട്. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ, ബീഹാർ മുൻ ഉപമുഖ്യമന്ത്രി തേജസ്വി യാദവ്, ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, സമാജ്വാദി പാർട്ടി തലവൻ അഖിലേഷ് യാദവ് തുടങ്ങിയവരെല്ലാം യോഗത്തിനെത്തും. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ഇടക്കാല ജാമ്യത്തിലുള്ള കെജ്രിവാളിനോട് തിഹാർ ജയിലിൽ തിരിച്ചെത്താൻ കോടതി ആവശ്യപ്പെട്ടത് ജൂൺ 2-നാണ്. ഇതിന് തൊട്ടു തലേ ദിവസമാണ് പ്രതിപക്ഷ നേതാക്കൾ കൂടുന്നത് എന്നതും ശ്രദ്ധേയമാണ്. BJPക്ക് ഒറ്റയ്ക്ക് സർക്കാർ രൂപീകരിക്കാനുള്ള ഭൂരിപക്ഷം ലഭിക്കില്ലെന്ന തരത്തിൽ തെരഞ്ഞെടുപ്പ് വിശകലനങ്ങളെല്ലാം പുറത്തു വന്നിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് വിദഗ്ധന്മാർ തന്നെ സമാനമായ പ്രവചനങ്ങൾ നടത്തിക്കഴിഞ്ഞു. ഇത്തരമൊരു സാഹചര്യത്തിൽ ഇന്ത്യ സഖ്യത്തിന്റെ യോഗത്തിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. മുന്നണിയുടെ വിജയ സാധ്യതകൾ യോഗത്തിൽ ചർച്ചയാകും. ഇതോടൊപ്പം BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ സർക്കാർ രൂപീകരണത്തിന് സ്വീകരിക്കേണ്ട തന്ത്രങ്ങളും നേതാക്കളുടെ ആലോചനയിൽ വന്നേക്കും. സഖ്യം അധികാരത്തിലെത്തിയാലുള്ള ഭാവി പരിപാടികളും പ്രധാനമന്ത്രി മന്ത്രിസഭാ ചർച്ചകളും യോഗത്തിൽ നടന്നേക്കുമെന്നാണ് സൂചന. മെയ് 25-നാണ് 6ാം ഘട്ട വോട്ടെടുപ്പ് സമാപിച്ചത്. ഇന്ത്യ സഖ്യം 272 എന്ന മാന്ത്രിക സംഖ്യ പിന്നിട്ടു കഴിഞ്ഞെന്നായിരുന്നു ഇതിനുശേഷം കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം. സഖ്യം ആകെ 350 സീറ്റ് സ്വന്തമാക്കുമെന്നും അവകാശവാദമുണ്ട്. ആദ്യ 2 ഘട്ടത്തിനു ശേഷം തന്നെ ഇത്തവണ മോദി തരംഗമില്ലെന്ന് ഗോദി മീഡിയ ഉൾപ്പെടെ വിലയിരുത്തിയതാണ്. ഇതെല്ലാം പ്രതിപക്ഷത്തിന്റെ പ്രതീക്ഷകൾ ഇരട്ടിയാക്കുന്നുണ്ട്. DMK മന്ത്രിസ്ഥാനങ്ങളെക്കുറിച്ചുള്ള ചർച്ച വരെ ആരംഭിച്ചതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അതേസമയം ഇന്ത്യ സഖ്യ രൂപീകരണത്തിന്റെ മുൻനിരയിലുണ്ടായിരുന്ന 2 പ്രമുഖ നേതാക്കളുടെ അഭാവം തെരഞ്ഞെടുപ്പ് അനന്തര ചർച്ചകളിൽ ശ്രദ്ധിക്കപ്പെടും. സഖ്യം രൂപീകരിക്കാൻ ചുക്കാൻ പിടിച്ച നിതീഷ് കുമാറാണ് ഒന്നാമത്തെയാൾ. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് നിതീഷ് NDA പാളയത്തിലേക്ക് ചാടിയത് പ്രതിപക്ഷ സഖ്യത്തിൽ പരിഭ്രമം സൃഷ്ടിച്ചിരുന്നു. എന്നാൽ വോട്ടെടുപ്പ് പുരോഗമിക്കവേ ആ പരിഭ്രമങ്ങളെല്ലാം അസാധാരണമായ പ്രതീക്ഷയ്ക്ക് വഴിമാറുന്നതാണ് കണ്ടത്. ബംഗാൾ മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ മമതാ ബാനർജിയാണ് രണ്ടാമത്തെയാൾ. ബംഗാളിൽ കോൺഗ്രസുമായുള്ള തെരഞ്ഞെടുപ്പ് ചർച്ചകൾ തമ്മിൽ തല്ലി പിരിഞ്ഞതോടെ ഒറ്റയ്ക്കു മത്സരിക്കാൻ തീരുമാനിച്ച മമത പ്രതിപക്ഷ നിരക്ക് ദുസ്സൂചനകളും നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യ സഖ്യം അധികാരത്തിലെത്തിയാൽ പുറത്തുനിന്ന് പിന്തുണക്കുമെന്നായിരുന്നു മമത അടുത്തിടെ വ്യക്തമാക്കിയത്. മുൻപ് BJPക്കൊപ്പം ചേർന്ന ചരിത്രം ഉള്ളതിനാൽ അത്തരമൊരു നീക്കം ഫലപ്രഖ്യാപനത്തിനു ശേഷം സംഭവിച്ചു കൂടായികയില്ല എന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്.